Revelation chapter 1 verse 10. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. മതി. Somebody please read in English. മതി. I was in the spirit on the Lord's day, and I heard behind me a loud voice like a trumpet. I am not going to say the background of this book. I hope most of you know the background and the figurative language used by Apostle John in his writings. എനിക്കത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷേ കർത്താവ് എനിക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ I want to share with you. I need your attention, please. Okay. Chapter 1 verse 10, very small phrase. The day of the Lord, John filled with the Spirit. അതാണ് അതിൻ്റെ സിമ്പിൾ വാചകം. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായി. നമുക്കെല്ലാവർക്കും അറിയാം, in the New Testament, apostles given us 27 books to the universal church. Only 27 books. Out of 27, 5 books written by Apostle John. മറ്റൊരു കാര്യം, out of 27, book of Revelation is the only prophetical books in the New Testament, and that is the only one book we cannot very easy to understand. ഞാൻ പറഞ്ഞ ശരിയല്ലേ? 26 ന്യൂ ടെസ്റ്റ്മെന്റ് പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സിലാകുന്ന പോലെയാണ് എഴുതിയേക്കുന്നതെങ്കിലും 27th ബുക്ക്, ദ ബുക്ക് ഓഫ് റെവലേഷൻ, വളരെ ഒരു മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആണ്. സോ very hard to follow, very hard to interpret. But when we go through the first 3 chapters, we can almost understanding what John wrote in the first 3 chapters of that book. 4-ാമത്തെ അധ്യായം മുതൽ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് നിങ്ങൾ ഈ ബുക്ക് ഓഫ് റെവലേഷൻ്റെ 10 ഇൻ്റർപ്രിട്ടേഷൻ്റെ ബുക്ക് മേടിച്ച് വായിച്ചാൽ you can find 10 interpretations. So very difficult to understand what is the clear, exact meaning. But നമുക്കൊക്കെ ഒരു ചെറിയ ആശയം ആ പുസ്തകത്തെ പറ്റിയുണ്ട്. എനിവേ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. 27 പുസ്തകത്തിലെ ഒരു എന്താ പറയുക, 1/6, അതിൻ്റെ 1/6 ഈ യോഹന്നാനാണ് എഴുതി ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെരി ഓൾഡ് ലാംഗ്വേജ് ആണ് ഈ ബുക്കിനകത്ത് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, വെൻ ഹി വാസ് റോട്ട്, തിയോളജിയന്മാർ പറയുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡൊമീഷ്യൻ, ജോണിൻ്റെ പ്രായത്തെപ്പറ്റി പറയുന്നത് above 90. AD 95, in between 90 and 95, he wrote this letter എന്നാണ് തിയോളജിയന്മാർ പറയുന്നത്. നോക്കിയേ, അങ്ങനെങ്കിൽ ഒരു നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞാൽ ഹി വാസ് എ സീനിയർ സിറ്റിസൺ, റൈറ്റ്? ഒരു 90 വയസ്സുള്ള ഒരപ്പച്ചൻ എഴുതുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെങ്കിൽ ജോൺ വാസ് ദ ഓഥർ. ഹിസ് ഏജ്, ഹി വാസ് വെരി ഏജ്ഡ്. തേർഡ് തിങ്സ്, ഫ്രം വെയർ ഹി റോട്ട് ദിസ് ലെറ്റർ, നമ്മൾ വേഴ്സ് 9 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഹി വാസ് ഇൻ ദ ഐലൻഡ് ഓഫ് പത്മോസ്. ആ പത്മോസിനെ പറ്റി നമ്മൾ പഠിച്ചാൽ, പത്മോസിനെ പറ്റി പറയുന്നത്, പത്മോസ് വാസ് ആൻ പീനൽ കോളനി ഓഫ് റോമൻ വേൾഡ്, അല്ലെങ്കിൽ ഒരു പ്രിസൺ ആയിരുന്നു പത്മോസ്. യോഹന്നാൻ പറയുക,
because of your word and because of your testimony, I am in the land of Patmos. Praise the Lord. നോക്കിക്കേ, ഞാൻ ഇന്നലെ ഈ വേദഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക. നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ടിൽ പഠിച്ചില്ലായിരുന്നോ? നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക. ദ സെയിം വേ John stand for the righteousness. John stand for the scripture. John stand for the witnessing of Jesus. That is why he exiled to the island of Patmos. അവിടെ കിടക്കുകയാണ്. അവിടെ കിടന്ന് ആത്മാവിലായി ഇൻ ദ ഡേ. അവിടെ ആ വേഴ്സ് 10 പറയുന്നത്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ആ ലോർഡ്സ് ഡേ എന്നുള്ളത് സൺഡേ ആണ്. സൺഡേ കാരണം ഞാൻ when I go through the 2nd century Christianity, from there onwards they started to gather in a church for worship every Sunday. പക്ഷേ we have no word, എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ആ ഡേയെ പറ്റി we have no reference. സൺഡേ ആണെന്നുള്ളതിന് we have no reference in the New Testament. But there is a ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, instead of seeing the first day of the week, instead of seeing Sunday, the writers of the New Testament, they wrote like this, the first day of the week. First day of the week എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സൺഡേ ആണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, നമ്മുടെ കർത്താവ് ഉയർത്ത ദിവസം. ഇവിടെ യോഹന്നാൻ ഒറ്റയ്ക്ക് ഒരു റോമൻ പ്രിസണിൽ, ഒരു ഓപ്പൺ പ്രിസണിൽ കഴിയുകയാണ്. സറൗണ്ടഡ് വിത്ത് റോക്ക് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ യോഹന്നാൻ ആത്മാവിലായി. ഇനി നോക്കിയേ, എന്തെല്ലാം കാര്യങ്ങളിൽ വേദനിക്കാമായിരുന്നു. ഒരു ലോങ് ഇയേഴ്സ് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ലുക്ക് അറ്റ് ഹിസ് എൻഡ്. വളരെ ക്രൈസിസിലേക്ക് യോഹന്നാൻ പോവുകയാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് പ്രോബ്ലം, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ലോൺലിനെസ്, നോബഡി ഈസ് ദെയർ ടു ഹെൽപ്പ് ഹിം. ഒരിക്കൽ പോലും തനിക്കൊരു റിലീസ് ഉണ്ടാകുമോ എന്ന് ഹി ഡു നോട്ട് നോ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് സർക്കംസ്റ്റാൻസസ് ഹി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഇൻ ദ ഡേ ഓഫ് റിസറക്ഷൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാക്യം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എക്സ്ക്യൂസ് പറയാനായിട്ട് എല്ലാം ഉള്ളപ്പോഴും ഭക്തന്മാരായ ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഈ യോഹന്നാൻ്റെ എഴുത്തിനകത്ത് ചാപ്റ്റർ 1 verse 10 മാത്രമല്ല ആത്മാവിൽ നിറയുന്നത്. Can you turn with me to chapter 4 verse 2? 4 verse 2. അവിടെയുണ്ട് സെയിം, ഓൾമോസ്റ്റ് സെയിം ഫ്രേസ്. ഉടനെ ഞാൻ ആത്മവിവശനായി. See, the meaning of that verse is, again I filled with the Spirit. 4:2. Go to 17 verse 3. 17 verse 3. The same verse is repeating there. 17. ആത്മാവിൽ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. കേട്ടോ, again he filled with the Spirit. എവിടാന്നറിയാമോ? ആത്മാവിൽ he was in the wilderness. ആത്മാവിൽ അവിടെയും താൻ നിറയുകയാണ്. അങ്ങനെയെങ്കിൽ 21 verse 10, same book 21 verse 10. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. മതി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്മോസിലും ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോഴും മരുഭൂമിയിലും 21-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച പോലെ എല്ലാ സ്ഥലങ്ങളിലും, ഈവൻ ദോ ജോൺ ദി അപ്പോസ്റ്റൽ വാസ് എലോൺ, ബട്ട് ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. ഇത് നമുക്കൊരു ചലഞ്ചാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും, വേദനയും കഷ്ടവും പ്രയാസവും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ലുക്ക് അറ്റ് ദാറ്റ് ഗ്രേറ്റ് അപ്പോസ്റ്റൽ, കർത്താവിന് വേണ്ടി അധ്വാനിച്ച യോഹന്നാൻ, കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച യോഹന്നാൻ, ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. ഇത് നമുക്കൊരു
ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ആത്മാവിൽ നിറയണം. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഹന്നാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുമ്പം നിരവധി വാക്യങ്ങൾ നമുക്കവിടെ ഉണ്ട്. നിരവധി കാര്യങ്ങൾ ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നിടത്ത് വേറെ ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേദഭാഗത്ത് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ഓൾ കണക്ഷൻ വിത്ത് ദ വേൾഡ് ഈസ് സ്റ്റോപ്ഡ്. നോബഡി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രൈസ് ദി ലോർഡ് പറയിപ്പിക്കാൻ നോ വൺ വാസ് ദെയർ. ലെറ്റ് us worship together എന്നൊരു വാക്ക് നമ്മൾ പറയുമല്ലോ. നോ വൺ വാസ് ദെയർ ടു വർഷിപ്പ് ടുഗദർ വിത്ത് ഹിം. ഒരാൾ പോലും ഇല്ല. അപ്പോഴും ഞാൻ ലോകം എന്നാക്കിയത് ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദ വേൾഡ്ലി സിസ്റ്റം. മനുഷ്യരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വാസ് സ്റ്റോപ്ഡ്. ആരുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാക്റ്റീവായിട്ടുള്ള ഒരാളെ ഒരു 10 ദിവസം ഒരു റൂമിൽ പിടിച്ച് അടച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും? ജോൺ വാസ് ദ എൽഡർ ഓഫ് ദ ചർച്ച്. When we go through chapter 2 and 3, he is pastoring almost 7 churches in Asia Minor. He was very active with the word of God and in the ministry of the Lord. ഇവിടെ യോഹന്നാൻ പത്മോസിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ലോകവുമായിട്ട് തന്നെ ഏൽപ്പിച്ച സഭയുമായിട്ടുള്ള കണക്ഷൻ എല്ലാം സ്റ്റോപ്ഡ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ലോൺലിനെസ്, in the midst of that solitude, John started to speak with the Lord. ഇതാണ് ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ തമ്പുരാനോടടുക്കുക എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ഇവിടെ he was a great apostle, അല്ലേ? അങ്ങനെ വേദോസം പറഞ്ഞു. he was a great apostle, very unique. കർത്താവിനോട് ഏറ്റവും so cling to Jesus, അത്രയും ക്ലോസ് ആയിരുന്നു. വേറെ എല്ലാ അപ്പോസ്തലന്മാരും തന്നെ ഇട്ടിട്ട് പോയപ്പോൾ, യേശുവിനെ ഇട്ടിട്ട് പോയപ്പോൾ, he was alone near to the cross. No one was there. പീറ്റർ ഇല്ല, ആൻഡ്രൂ ഇല്ല, ഒരാൾ പോലും ഇല്ല. ജോൺ വാസ് ദെയർ. എന്ന് മാത്രമല്ല, ആ ദൈവകൃപ പലപ്പോഴും അനുഭവിച്ചയാളാണ് യോഹന്നാൻ, അല്ലേ? പലപ്പോഴും അനുഭവിച്ചതാണ്. while all were sitting in Acts chapter 2, John was there. He filled with the Spirit in Acts chapter 2. അവിടെ മാത്രമല്ല, chapter 3-കകത്തും chapter 4-നകത്തും എല്ലാം ജോൺ ആത്മാവിൽ നിറഞ്ഞവനാണ്. അവിടെയെല്ലാം there was a group with him, but in the book of Revelation, in the island of Patmos, only കുറച്ച് റോക്ക് മാത്രമേ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞു. സ്തോത്രം. ആ ആത്മനിറവുള്ളവന്റെ ക്യാരക്ടറാണ് chapter 1 verse 9. Can you turn with me to chapter 1 verse 9? അവിടെ യോഹന്നാനെ പറ്റി യോഹന്നാൻ തന്നെ പറയുകയാണ്, I John, your brother and partner in the tribulation and the kingdom and the patient endurance that are in Jesus, was on the island called Patmos on account of the word of God and the testimony of Jesus. 2 കാര്യം അദ്ദേഹം ചെയ്തതുകൊണ്ടാണ്. സാക്ഷ്യം പറഞ്ഞു, ദൈവ വചനം പറഞ്ഞു. Acts chapter 1 verse 8-നകത്ത് Jesus said to his disciple, go to all the world and testify about me. John completely obeyed that commandments. Finally, where he reached, in island, in alone, all the connections stopped with the world. From that particular moment, heaven opened before John and they started to speak together. Praise the Lord. അവിടെ എല്ലാം അറിഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തുറക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ, if you obey my word, me and my Father will
കം വിത്ത് യു ആൻഡ് ഡ്വെൽ ഇൻ യു. വായിക്കുന്നില്ലേ? അങ്ങനെങ്കിൽ അന്ന് പറഞ്ഞ ആ പ്രോമിസ് പോലെ ദൈവവചനം അനുസരിച്ചത് കൊണ്ടാണ് യോഹന്നാൻ പത്മോസിലായത്. അന്ന് നാഥൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ പിതാവും അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ അന്ന് പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒരു കമ്മ്യൂണിയൻ ദൈവവുമായിട്ട് യോഹന്നാൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസിസിലിരിക്കുമ്പോഴും പെയിനിലിരിക്കുമ്പോഴും പത്മോസിൻ്റെ അപ്പുറേ ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോഴും നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാമോ? നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ചെവി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഭയപ്പെടേണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ശബ്ദം. അതാണ് ആത്മനിറവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുണം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. When we look verse 9, there we can find the humility of Apostle John. Humility എന്ന് പറഞ്ഞാൽ he was a great apostle, unique person. ആ അപ്പോസ്തലന്മാരെ പോലെ, ആ 12 പേരെ പോലെ no one in this world. ആ യുണീക്ക് അതോറിറ്റി ഉള്ളപ്പോഴും, ലിസൺ ടു മീ പ്ലീസ്, ലുക്ക് അറ്റ് ഹിസ് ഹ്യൂമിലിറ്റി. ഐ ആം യുവർ ബ്രദർ, ഐ ആം യുവർ ബ്രദർ, ഐ ആം ദ partaker of your suffering. I am also suffering for the kingdom of God. Now I am in the island of Patmos because of the word and the testimony of Jesus. സ്തോത്രം. യോഹന്നാൻ ആ താഴ്മയിൽ, എനിക്ക് ആ പദങ്ങളൊക്കെ വിവരിക്കാനായിട്ടൊക്കെ ഞാൻ ഇന്നലെ ചിന്തിച്ചിരുന്നു, പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെങ്കിൽ വേഴ്സ് 9 നമുക്ക് കാണുന്നത്, മൈ കമ്മിറ്റ്മെന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ബ്രോട്ട് മീ ടു ദി സൈലന്റ്. അതാണ് അതിനകത്തെ കാര്യം. എന്തെങ്കിലുമൊക്കെ ഒരു അഡൾട്ടറേഷൻ നടത്തിയിരുന്നെങ്കിൽ യോഹന്നാൻ്റെ അന്ത്യം ഇങ്ങനെ ആകുകയില്ലായിരുന്നു. പക്ഷെ യോഹന്നാൻ പറയുക, മൈ കമ്മിറ്റ്മെന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ബ്രോട്ട് മീ ടു ദി സൈലന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ കിടന്നു ആത്മാവിൽ നിറയുമ്പോൾ യോഹന്നാൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആനന്ദമായിരിക്കും. ഞാൻ സത്യത്തിന് വേണ്ടി നിന്നിട്ടാണ് ഇവിടെ വന്നത്, ഞാൻ വചനത്തിന് വേണ്ടി നിന്നിട്ടാണ് ഇവിടെ വന്നത് എന്ന ആ സത്യം യോഹന്നാനെ റൂള് ചെയ്യുമ്പോൾ തൻ്റെ അകത്ത് എത്രമാത്രം ആനന്ദം ഉണ്ടാകും, അത് ആത്മനിറവുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ സത്യത്തിന് വേണ്ടി നിന്ന് കഷ്ടം സഹിച്ച വി ഹാവ് മെനി ക്യാരക്ടേഴ്സ് ഇൻ ദ ബൈബിൾ. ലുക്ക് അറ്റ് ജോസഫ്. എന്താ പ്രിസണിൽ പോയെ? ഹി സ്റ്റാൻഡ് ഫോർ ദ ഇന്റഗ്രിറ്റി. ലുക്ക് അറ്റ് ഡാനിയേൽ. വൈ ഹി സഫേർഡ് ലോട്ട്? എന്തുകൊണ്ടാ ലയൺസ് ഡെന്നി വീണേ? ഹി സ്റ്റാൻഡ് ഫോർ ഗോഡ്. Look at the 3 youngsters in the book of Daniel. Why they suffered? They stand for Jehovah. Book of Acts, why all the apostles struggled and got imprisonment. They all stand for the scripture. അവസാന ലേഖനത്തിൽ യോഹന്നാൻ പറയുക, ഞാൻ ദൈവവചനത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ഈ പത്മോസിൽ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവിടെ യോഹന്നാനോട് സംസാരിക്കാൻ ആരുമില്ല. നോ വൺ വാസ് ദെയർ. ഒരു പ്രതീക്ഷയില്ല. അപ്പോഴാണ് നിങ്ങൾ turn with me to verse 11 and 12. 11 പറയുകയാണ്. Can you please read first? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. Did you see verse 12? Then I turned to see the voice that was speaking to me, and on turning
I saw 7 golden lampstands, and in the midst of the lampstands, one like a son of man, clothed with a long robe and with a golden sash around his chest. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, very elderly man, in a unfavorable situation, alone. No one is there to comfort him. No one is there to speak to him. ആ സാഹചര്യത്തിൽ he filled with the Spirit. God is starting to speak to him. എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നതെന്നറിയാൻ he turned back to the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകായിരുന്നു, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 നടന്ന ഓൾമോസ്റ്റ് സെയിം ഇൻസിഡന്റ് God is repeating in the book of Revelation chapter 1. അതിൻ്റെ കോണ്ടസ്റ്റ് അറിയാമോ? എൻ്റെ ഈ ലാംഗ്വേജ് എനിക്ക് പറയാനായിട്ടൊന്നും പറ്റുന്നില്ല, എനിക്ക് ഒത്തിരി ആകരുത്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒന്ന് പറയാൻ. ഈ ബുക്ക് ഓഫ് ആക്ട്സിനകത്തെ കോണ്ടസ്റ്റ്, all the apostles and all the believers, they were afraid because of the problem happened among them. കാരണം യേശു പറഞ്ഞു ഞാനും പോവാന്ന് പറഞ്ഞു. Their master was not with them. One of their disciples committed suicide. All world and the whole Jewish community was against them while they all were praying in a room or in a court. The Spirit of the Lord came there with very thunder and wind. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നറിയാമോ? അങ്ങനെ വന്നാൽ മാത്രമേ these people will encourage and they will stand for the truth. അങ്ങനെ എൻകറേജ് ചെയ്യാനായി വളരെ ശക്തിയോടെ ദൈവാത്മാവ് അവിടെ ഇറങ്ങി വരികയായിരുന്നു. The same incident is repeating the book of Revelation. യോഹന്നാൻ വളരെ വിഷമത്തിൽ ഒറ്റയ്ക്ക് പ്രായമായി അവിടെ ഇരിക്കുമ്പോൾ the heaven was open. സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ പദങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്ര ശക്തമായിട്ടാണ് ദൈവം യോഹന്നാനോട് സംസാരിക്കുന്നത്. ഈ കാഴ്ച ഒരുവൻ കണ്ടു കഴിഞ്ഞാൽ, the vision which John saw in the book of Revelation chapter 1, ആ ഒരു വിഷൻ ഒരുവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തളരുകയില്ല. കാരണം അത്രമാത്രം കണ്ണിന് ആശ്വാസം നൽകുന്ന, ഹൃദയത്തിന് ബലം നൽകുന്ന ഒരു കാഴ്ച യോഹന്നാൻ അവിടെ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ ക്രൈസിസിലൂടെ പോയിട്ടില്ലേ? ആരുമില്ലാത്ത അവസ്ഥയിൽ. ഞാൻ shall I ask one question? If possible to be filled with the Holy Spirit when you be alone? നമ്മളൊക്കെ we have Pentecostal languages. ഒരന്തരീക്ഷമില്ലായിരുന്നു സഭായോഗത്തിന്, കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ഐ ഹാവ് പ്രോബ്ലം വിത്ത് ഓൾ ദോസ് വേർഡ്സ്. ഓക്കെ, നമുക്ക് എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഫുൾ സിങ്ങെ നിന്നാൽ, എൻ്റെ ഒത്തിരി ടെർമിനോളജി ഉണ്ട്, വേണ്ട ഇപ്പോൾ. എന്നാലും നമുക്കൊരു സുഖമുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിലോ, ഹലോ, കീബോർഡും ഗിത്താറും ഒന്നും പത്മോസിലില്ല, പക്ഷെ heaven was open there. The Son of Man appeared to him and he started to speak to John. നിങ്ങൾ നോക്കിയേ, ആ ക്രൈസിസിലും ദൈവശബ്ദത്തിന് ചെവി ഓർക്കുന്ന ഒരു ഭക്തൻ. John turned to the Lord. അങ്ങനെ വായിക്കുന്നേ, ആ ക്രൈസിസിന്റെ നടുവിലും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. If possible, be filled with the Holy Spirit while we all are alone in home or someone else, somewhere. നമ്മൾ ഓർക്കുന്ന അങ്ങനെ പറ്റിയല്ലെന്നാ, പക്ഷേ സ്ക്രിപ്ചറിൽ വായിക്കുന്നിടത്ത് അവരാത്മാവിൽ നിറഞ്ഞു എന്ന് ഗ്രൂപ്പിനെ പറ്റിയും വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ബുക്ക് ഓഫ് റെവലേഷനകത്ത് 4 പ്രാവശ്യം 4 times വിൽഡർനെസ്സിലായിരുന്നപ്പോഴും, മുകളിലോട്ട് കയറി വരാൻ പറഞ്ഞപ്പോഴും, മറ്റു സ്ഥലത്തേക്ക് മാറി നിന്നപ്പോഴും എല്ലാം ജോൺ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഇത് നമുക്ക് പ്രാക്ടിക്കലാക്കണം. ദാറ്റ് ഈസ് വാട്ട് സ്ക്രിപ്ചർ സേസ്.
കുഞ്ഞുങ്ങളെ, ഈ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻ യുവർ ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. സെയിം ഇൻസിഡൻറ്റ്. Last Saturday, I hope some of you are remembering that I took a passage from Acts chapter 7, the biography of Stephen. I spoke from that passage, but I have no time to go through again what I told you last Saturday. But book of Acts chapter 7, the same situation Stephen was going through. നമ്മളോട് വായിക്കുന്നത് അൺഫേവറബിൾ സിറ്റുവേഷൻ, എവരിവൺ ഫിൽഡ് വിത്ത് ആങ്കർ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് പ്രോബ്ലം സ്റ്റീഫൻ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. നിങ്ങളെ വാക്കുകളുടെ വ്യത്യാസം കണ്ടോ? എല്ലാവരും കോപം കൊണ്ട് നിറഞ്ഞപ്പോൾ സ്റ്റീഫൻ ആത്മാവിൽ നിറഞ്ഞു. ഫേവറബിൾ സിറ്റുവേഷൻ ആയിരുന്നില്ല, അൺഫേവറബിൾ സിറ്റുവേഷൻ ആയിരുന്നു. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞപ്പോൾ heaven was open. Jesus started to speak to him. In the same incident happened in the life of Stephen, where no one was with him. Stephen looked at the heaven and he kneeled down before the Lord. God is started to speak to him. Praise the Lord. നോക്കിയേ, അങ്ങനെയെങ്കിൽ സ്റ്റീഫന്റെ കാര്യം നമ്മൾ എടുത്താൽ, നോട്ട് ഈവൻ one person was supporting him. We don't see any favorable situation there. He is going to die after a few minutes. In the midst of that circumstances, he filled with the Spirit. ഇത് നമുക്കുണ്ടാകണം, നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇന്നത്തേക്കാൾ പ്രതിസന്ധികൾ നാളെ കൂടി വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധിയിൽ ഉയരത്തിലേക്ക് നോക്കാനായിട്ട് കഴിയില്ല. ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കോപം കൊണ്ട് നിറയുമ്പോൾ മുട്ടുമടക്കി ദൈവത്തെ കാണാനായിട്ട് കഴിയുകയില്ല. ഈ തിരുവെഴുത്ത് നമ്മുടെ അകത്ത് പെനിട്രേറ്റ് ചെയ്യണം. Praise the Lord. Praise the Lord. ഈ വിഷൻ യോഹന്നാൻ കാണുകയാണ്. ഈ വിഷൻ യോഹന്നാൻ കാണുമ്പോൾ what were the result of infilling of the Holy Spirit from this passage? What were the result? What did he experience in that particular time? അതാണ് ഈ പാസേജിൽ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ, എ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇത്രയും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ആ സൺ ഓഫ് മാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോ. ജോൺ. ആത്മനിറവിൻ്റെ റിസൾട്ട് കണ്ടോ? ദ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. ഇത് നമുക്കുണ്ടാകണം. ഈ ബുക്ക് ഓഫ് ആക്സിൽ നമ്മൾ വായിക്കുമ്പോൾ wherever people filled with the Spirit, അവിടെ എല്ലാം റിസൾട്ട് ഉണ്ടായി. പക്ഷേ നമ്മുടെ പ്രോബ്ലം നമ്മൾ ഈ ആത്മനിറവെന്ന് പറയുന്നത് ശബ്ദവും കയ്യടിയും മാത്രമാക്കി മാറ്റി. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? നമുക്ക് ഈ പാറ്റേൺ എല്ലാം വി ആർ ടേക്കിംഗ് ഓൾ ദ മോഡൽസ് ഫ്രം ദ സ്ക്രിപ്ചർ. അങ്ങനെയാണെങ്കിൽ ഒരു റിയൽ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ there will be a result. യോഹന്നാൻ പറയുക, I saw the glorified Christ. Praise the Lord. ആ കാഴ്ച ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജോൺ വാസ് വിത്ത് ജീസസ് 3.5 years. കർത്താവിനോട് ഏറ്റവും ചേർന്നിരുന്ന ക്ലോസ് ഡിസൈപ്പിൾ ആയിരുന്നു. He was alone during the time of Jesus' crucifixion. He was there in the open tomb.
ആ യോഹന്നാന് പല കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആകാമായിരുന്നു, പക്ഷെ ആയില്ല. ആ എലോൺ ഒറ്റയ്ക്കിരുന്നപ്പോഴും ആത്മാവിൽ നിറഞ്ഞു. ഹി സോ ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. തിരുസന്നിധിയിലേക്ക് പ്രയാസവുമായിട്ട് മുട്ടുകുത്തുമ്പോൾ തുറക്കപ്പെട്ട ദൈവവചനവുമായിട്ട് നമ്മൾ ഇരുന്നാൽ നിശ്ചയമായിട്ടും തമ്പുരാൻ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, സമയമൊക്കെ ഉള്ളപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ സ്പെൻഡ് ടൈം വിത്ത് സ്ക്രിപ്ചർ. ദൈവവചനവുമായിട്ട് ടൈം കണ്ടെത്തി നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് സ്ക്രിപ്ചർ വായിക്കാനായിരുന്നു. ഇതിനോട് ബന്ധപ്പെട്ട കാര്യം വായിക്കാൻ ഹോൾ വീക്ക്. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞയക്കാനായിട്ട് പറ്റിയില്ല. എനിക്കിന്ന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ മതി, ഞാൻ ആ റൂമിൽ നിന്ന് പോലും പുറത്ത് വരികയില്ല. ഞാൻ ആ മീറ്റിംഗ് തുടങ്ങുന്നിടം വരെ അതും നോക്കി ഇതും നോക്കി ഇച്ചിരി നേരം പോയിരുന്ന് പ്രാർത്ഥിച്ച് വീണ്ടും വായിച്ച് നോട്ട് എഴുതി. ഇത് തന്നെയാണ് എൻ്റെ ജോലി. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ നമ്മളൊക്കെ ക്രൈസിസിലാണ്, വേദനയിലാണ്, ഒരു അൺസർട്ടൺ വേൾഡിലാണ്. വി ഓൾ ആർ ലിവിങ് ഇൻ എ അൺസർട്ടൺ വേൾഡ്. അൺസർട്ടണിറ്റിയാണ്. വി ഡു നോട്ട് നോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. അതിൻ്റെ നടുവിൽ യോഹന്നാന് തൻ്റെ മുന്നിൽ എന്നാ സംഭവിക്കുന്നത് മരണമാണെന്ന് അറിയാമായിരുന്നു. സ്റ്റീഫൻ അറിയാമായിരുന്നു മരണമാണെന്ന്. പക്ഷേ അതിൻ്റെ നടുവിലും തമ്പുരാനെ കണ്ടു. ദ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. അത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി. ആ പാറ്റേൺ വി നീഡ് ടു ഫോളോ. രണ്ടാമത്തെ കാര്യം, ദ സെക്കൻഡ് റിസൾട്ട്. Can you please read verse 17? Verse 17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. When I saw him, I fell at his feet as though dead. The second result is he falling at the foot of Jesus. The same incident when we look at the life of Stephen. When Stephen saw the open heaven, he kneeled down there. Praise the Lord. വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. സ്റ്റീഫൻ അവിടെ മുട്ടുകുത്തി. യോഹന്നാന് ദ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, യോഹന്നാന് വളരെ ലിറ്റിൽ മോർ ക്ലിയർ പിക്ചർ ആയിരുന്നുകൊണ്ട് ഹി ഫോളിങ് ഡൗൺ ബിഫോർ ദ ലോർഡ്. അവിടെ കിടന്നപ്പോൾ അടുത്ത വാക്കുകൾ, can you continue that verse 17? Can you please read? Continue that 17. അവനെ കണ്ടിട്ട് ഞാൻ Somebody please in English. Shania, please. Did you see that word? But he laid his right hand on me. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ പോലും, നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ ഇൻ ദാറ്റ് ഐലൻഡ്, nobody is there to comfort him. But the glorious Lord appeared to John. The first thing he did was he laid his hand upon John and said, "Do not afraid." സ്തോത്രം. കണ്ടോ, ആത്മനിറവിൻ്റെ റിസൾട്ടാണ് ഒന്ന്, the vision of glorified Christ. Second, kneeling, downing before the Lord. അങ്ങനെ താഴെ വീണ് കിടക്കുമ്പോൾ there is a soft touch, do not afraid. ഇന്ന് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ, ഞാൻ ഇന്നലെ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, സൺഡേയിൽ ദൈവവചനം പറയുമ്പോൾ ചിലരെ കർത്താവ് ഒന്ന് തൊടണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ കംഫർട്ടിങ് ഹാൻഡ്സ് എവിടെ ഉള്ളേ? ഇതിനേക്കാൾ താഴെ വീട് എൻ്റെ കാര്യം പറയാവുന്ന സ്ഥലം എവിടെ ഉള്ളേ? ദിസ് ഈസ് ദ പ്ലേസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്റ്റീഫൻ ആത്മാവിൽ നിറഞ്ഞപ്പോൾ മുട്ടുമടക്കി. യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞപ്പോൾ താഴെ വീണു. നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ need this kind of result from our life.
നമ്മൾ ഈ പെരിഫറൽ ക്രിസ്ത്യാനിറ്റി വിടണം. നോ, ബാക്ക് ടു സ്ക്രിപ്ചർ. തിരുവെഴുത്തിലേക്ക് വരണം. ദ തേർഡ് റിസൾട്ട് നമ്മളിപ്പോൾ വായിച്ചത്, എ സോഫ്റ്റ് ടച്ച് ബൈ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. അവിടെ ഒരു 3 കാര്യമുണ്ട്. കർത്താവ് പറയുക, ഫിയർ നോട്ട്, ഐ ആം എലൈവ്, ഐ ഹാവ് ദ കീ, ഐ ഹാവ് ദ അതോറിറ്റി, കീ ഈസ് വിത്ത് മീ. ഡിഡ് യു സീ 3 words? Fear not. I am alive. Key is with me. എന്തിൻ്റെയാ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും. അവിടെ അത് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? റോമിൻ്റെ ഈ പ്രിസണിലേക്ക് പോയ ആരും, no one returned back. They died there. But when we study the history of John, finally he got a releasement from that Patmos. ഇവിടെ ആ വാക്യം പറയാൻ കാര്യം, യോഹന്നാൻ, he is suspecting death. He do not know how many days ahead of him. That particular moment, the glorified Christ appeared and gave a soft touch upon his shoulder and said to him, fear not, I am alive, the key of death is with me. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇത് അതോറിറ്റി ഈസ് മൈൻ. ഡൊമീഷ്യൻ അല്ല, നീറോ അല്ല, ആരുമല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഐ ആം ഇൻ ദ ഡ്രൈവിംഗ് സീറ്റ്. ദാറ്റ് ഈസ് ദ മീനിങ്. ഇത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമാകണം. This is the result of the infilling of the Holy Spirit. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദൈവിക സന്ദർശനം നമുക്കുണ്ടായെങ്കിൽ, വാട്ട് എ ബ്ലെസ്സഡ് തിങ്സ്. സ്തോത്രം. I already told you that he was in an unfavorable situation. Even though he was in an unfavorable situation, our Lord Jesus is commanding a mission. Write what you saw. എഴുതണം. എന്തിനാ എഴുതാൻ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ എഴുതാൻ പറഞ്ഞുകൊണ്ടാണ് 2000 വർഷമായിട്ട് the people of God are listening from the scripture. He can make many excuses. I am alone here. I have no pen, I have no paper, I have no leaf to write. He can make any excuses. A man with the Spirit never make excuses before the Lord. He always say, yes Lord, I am ready. അവിടെ കിടന്നുകൊണ്ട് പറയാം, ഐ ആം റെഡി. യോഹന്നാൻ എഴുതുകയാണ്. നിങ്ങൾ പറ, ഇത്രയും ഗൗരവമേറിയ ഒരു എഴുത്ത്, ഇത്രയും ഗ്ലോറിഫൈഡ് ആയിട്ടൊരു റൈറ്റിംഗ് ഓൾ സ്ക്രിപ്ചറിലുണ്ടോ? ഇല്ല. അവിടെ കിടന്ന് യോഹന്നാൻ എഴുതുകയാണ്. ഞാൻ ഓർക്കുക, നമ്മളോടൊരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ വി ഹാവ് എവരി സഫിഷ്യൻറ്റ് റിസോഴ്സസ് ഇൻ അവർ ടേബിൾ. ക്യാൻ യു? വി വിൽ മേക്ക് ലെയിം എക്സ്ക്യൂസസ്. യോഹന്നാനോട് ദൈവം പറയുക, എഴുതാം. യോഹന്നാൻ എഴുതുകയാണ്. അങ്ങനെ എഴുതി കിട്ടിയതാണ് ഈ പുസ്തകം, റിസൾട്ട് ഓഫ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നിറയുന്നതിൻ്റെ റിസൾട്ട്. ഐ ഹോപ്പ് ഐ ആം കൺവേയിങ് തിങ്സ് ഇൻ ഇംഗ്ലീഷ് ടു, റൈറ്റ്? അടുത്ത ആഴ്ച തൊട്ട് ട്രാൻസ്ലേഷൻ വേണ്ട. ഓക്കെ. ഇങ്ങനെ 10 ദിവസം ട്രാൻസ്ലേറ്റ് ഇല്ലെങ്കിൽ ഐ വിൽ ലീവ്. ഈ വിഷൻ വി ക്യാൻ കണക്ട് വിത്ത് ദ വിഷൻ ഓഫ് ഐസയ ചാപ്റ്റർ 6. Almost similar.
the very first verse starting in the book of Isaiah chapter 6, the day Uzziah the king was died. എന്താ ഉസിയാവ് മരിച്ചപ്പോൾ വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡ്രീം? ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഉസായ വാസ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ഇസ്രയേൽ. Isaiah thought that if he die, there is a chance of the attacking of enemies. In that particular struggle, Isaiah received a vision. എന്താണെന്നറിയാമോ? God is ruling above everyone. അതാണ് എൻ്റെ അർത്ഥം. ഉസിയാവിനും മീതെ ദൈവമാണ് വാഴുന്നത്. അദശിയാവിനെ ബലപ്പെടുത്തുകയായിരുന്നു. ദ ഗ്ലോറിഫൈഡ്, ദ വിഷൻ ഓഫ് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. അതാണ് ഐസയ ചാപ്റ്റർ 6, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12 വായിക്കുന്നത്. ഐസയ സോ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. എവിടാ? ചാപ്റ്റർ 6. അവിടെയും ആ ദൈവസാന്നിധ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഐസയാവ് ഒന്നും മിണ്ടാനാകാതെ ഐസയ നിൽക്കുകയാണ്. ദ സെയിം ആൻഡ് സിമിലർ എക്സ്പീരിയൻസ് ഹാപ്പൻ ദ ലൈഫ് ഓഫ് ഐസയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദ സെർമൺ ഹിയർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായി. Can you please all close your eyes, please?